എല്ലാ കൂട്ടുകാർക്കും ബ്രൈറ്റ് എഡ്ജ് ലേണിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ HSA മാത്തമാറ്റിക്സ് ഇൻ്റർവ്യൂവിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റിംഗ് ഫാക്ട്സും ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും തമ്മിൽ കണ്ടിട്ടുള്ള പോലെ എന്താണ് ക്ലാസ് എടുക്കാൻ പറഞ്ഞോ? യെസ്, എന്താണ് ഇന്നത്തെ ഇൻ്റർവ്യൂ പാനൽ ടീച്ചേഴ്സിനോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയ ടോപ്പിക്കല്ല, ഇൻ്റർവ്യൂ പാനൽ കൊടുക്കുന്ന ടോപ്പിക്കാണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്? ക്ലാസ് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതുവരെ നമ്മൾ മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു? ക്ലാസ് എടുപ്പിക്കുന്നില്ലല്ലോ എന്നായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല, ക്ലാസ് എടുപ്പിക്കുന്ന പാനലും ഉണ്ടെന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മൈൻഡിനൊന്ന് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ടീച്ചറോട് ചോദിച്ചത് ബാർ ഡയഗ്രത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാനായിരുന്നു പറഞ്ഞത്. ആ ടീച്ചർ ക്ലാസ് എടുക്കുകയും ചെയ്തു. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് എന്ത് ചെയ്യുന്നത്? ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സാണെങ്കിൽ നിർബന്ധമായിട്ടും അവർ വർക്ക് ചെയ്യുന്ന ആ സ്കൂളിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ആ സ്കൂളിൽ എത്ര കുട്ടികളുണ്ട്, എത്ര ഡിവിഷൻ ഉണ്ട്, എത്ര ക്ലാസ് റൂമുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? അറിഞ്ഞു വെച്ചിട്ട് വേണം പോകാൻ. കാരണം ബയോഡാറ്റയിൽ നമ്മൾ വർക്കിംഗ് ആണ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അതുകൂടാതെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സ്കോളർഷിപ്പുകളെ കുറിച്ചിട്ടാണ്. ഏതൊക്കെ ടൈപ്പ് സ്കോളർഷിപ്പുകളൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ അത് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക. പിന്നെ അടുത്തൊരു ഫാക്റ്റ് ഇങ്ങനെയാണ്: നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തുണ്ട്, ഒരു ഡിസ്ട്രിക്റ്റിലായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മൾ എക്സാം എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ വേറൊരു ഡിസ്ട്രിക്റ്റിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളുള്ള ഡിസ്ട്രിക്ട്സും, അത് നമ്മുടെ സ്വന്തം ഡിസ്ട്രിക്റ്റും നമ്മൾ എക്സാം എഴുതിയ ഡിസ്ട്രിക്റ്റും രണ്ടിനെ കുറിച്ചിട്ടും ഒരു അവയർനെസ് ഉണ്ടാക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അടുത്തത് ഇങ്ങനെയാണ്: ശാസ്ത്രമേളയിൽ മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഒരു ഗണിതശാസ്ത്രമേളയിൽ എന്തൊക്കെ ഐറ്റംസാണ് വരുന്നത്? അത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഏതൊക്കെയാണ്? സിംഗിൾ പ്രൊജക്റ്റ്, ഗ്രൂപ്പ് പ്രൊജക്റ്റ്, നമ്പർ ചാർട്ട്, ജോമെട്രിക്കൽ ചാർട്ട്, അപ്ലൈഡ് കൺസ്ട്രക്ഷൻ, പ്യുവർ കൺസ്ട്രക്ഷൻ, ഗെയിം, വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡൽ, മാഗസിൻ, ക്വിസ്, അതർ ചാർട്ട്, പസില്, ടീച്ചിങ് എയ്ഡ്, ഭാസ്കരാചാര്യ സെമിനാർ, ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ. ഇതൊക്കെയാണ് ഗണിതശാസ്ത്രമേളയിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്സ് മേളയുടെ അല്ലെങ്കിൽ ഗണിതശാസ്ത്രമേളയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സ്പോർട്ട് മത്സരങ്ങളാണ് അല്ലേ. പ്രൊജക്റ്റും അതുപോലെ മാഗസിനും ഒഴികെ ബാക്കിയെല്ലാം എന്താണ്? സ്പോർട്ട് മത്സരങ്ങളാണെന്നും കൂടി ഓർത്ത് വയ്ക്കണം. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ചോദിച്ചത്, നമ്മൾ ഏതെങ്കിലും ഒരു മാത്തമാറ്റീഷ്യൻ, അപ്പോൾ ഏതെങ്കിലും ഗണിതശാസ്ത്രജ്ഞന്മാരെ കുറിച്ചിട്ട്, ഒരു 2-3 ഗണിതശാസ്ത്രജ്ഞന്മാരെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു അവയർനെസ് ഉണ്ടാക്കിയിട്ട് പോകുവാൻ ശ്രദ്ധിക്കണം. പിന്നെ ഏതൊക്കെ ടീച്ചിങ് എയ്ഡ്സ് ആണ് ഉള്ളതെന്ന്, ഏതൊക്കെ ടീച്ചിങ് എയ്ഡ്സ് ആണ്, മാത്സ് പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ് ഏതൊക്കെയാണ്? അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാം. ജിയോ ബോർഡ് ഉണ്ട്, അതുപോലെ സോളിഡ്സുകൾ, 3D സോളിഡ്സ്, ഷേപ്പുകൾ, പിന്നെന്താണ് ഒറിഗാമി അല്ലെ, പേപ്പർ കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ഒറിഗാമി, പിന്നെ ടാൻഗ്രാം, അതുപോലെ അബാക്കസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ, എന്തൊരു കാര്യം നമ്മൾ പറയുമ്പോഴും അതിനെ ചൊല്ലി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ എന്നുള്ള ആ ഒരു ബോധത്തോട് കൂടിയിട്ട് വേണം നമ്മൾ പറയാൻ. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒറിഗാമി അല്ലെങ്കിൽ ടാൻഗ്രാമൊക്കെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു, തിരിച്ചതിനെ കുറിച്ചിട്ട് ടാൻഗ്രാം എന്താ അല്ലെങ്കിൽ ഒറിഗാമി എന്താ എന്നൊക്കെ തിരിച്ചിങ്ങോട്ട് ചോദിക്കുമ്പോൾ അത് പറയാനുള്ള ഒരു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുമോ എന്നുള്ളതും കൂടി നമ്മൾ ആലോചിച്ചിട്ട് വേണം പുറത്തേക്ക് എന്ത് പറയാനായിട്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: നമ്മളെല്ലാവരും ടീച്ചിങ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ഈ ഒരു ഫീൽഡിലോട്ട് വന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ടീച്ചിങ്ങിനെ തിരഞ്ഞെടുത്തത്? എന്താണ് അതിന് പിന്നിലുള്ള ഒരു കാര്യം എന്നായിരുന്നു ടീച്ചേഴ്സിനോട് ചോദിക്കുന്നത്. ഇതൊരുപാട് ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ടീച്ചിങ് തിരഞ്ഞെടുത്തു എന്നുള്ളത് എല്ലാവരും സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? ഒന്ന് ആലോചിച്ച് കരുതി വയ്ക്കുകയും കൂടി വേണം. പിന്നെ എല്ലാവരും ഹോബീസ്, ചിലവർ സിംഗിങ് എഴുതിയവരുണ്ട്. അപ്പോൾ ഈ സിംഗിങ് എഴുതിയ ഒരു ടീച്ചറോട് ചോദിച്ചത് ഇങ്ങനെയാണ്: പാട്ട് പാടുമോ എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ആ ടീച്ചറോട് മാത്സ് പഠിപ്പിക്കുമ്പോൾ പാട്ടിലൂടെ എങ്ങനെ മാത്സ് പഠിപ്പിക്കാമെന്നായിരുന്നു ചോദിച്ചത്. അപ്പോൾ എന്ത് ഹോബി എഴുതുകയാണെങ്കിലും അത് മാത്സുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ആകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം? നോക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ഇന്നത്തെ ഇൻ്റർവ്യൂ പാനലിൽ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സ്പേഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓരോ ടീച്ചേഴ്സിനോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്പേഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അതൊന്നും നമ്മൾ പറയാൻ നിൽക്കരുത്. കാരണം നിന്ന് കഴിഞ്ഞാൽ അതിനെ ചൊല്ലി ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ എനിക്കിത് കേട്ട വഴിക്ക് അല്ലെങ്കിൽ 2-3 ടീച്ചേഴ്സ് ഈ സെയിം പാറ്റേണിലുള്ളത് പറഞ്ഞപ്പോൾ എനിക്ക് വന്നത് സ്പേഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടാണ് ഓർമ്മ വന്നത്. അപ്പോൾ എന്താണ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്:
ആ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന ആ ഹാളിൻ്റെ ഹൈറ്റ് എത്രയാണ് ഏകദേശം, ആ ഇൻ്റർവ്യൂ ഹാളിൻ്റെ ഹൈറ്റ് എന്താണ് ഏകദേശം. പിന്നെ അതുപോലെ ഒരു ബോർഡ് കാണിച്ചു കൊടുത്തിട്ട് ആ ബോർഡിൻ്റെ നീളവും വീതിയും എന്താണ്. പിന്നെ ഒരു ടേബിൾ കാണിച്ചു കൊടുത്തിട്ട് ആ ടേബിളിൻ്റെ നീളവും വീതിയും എന്താണ്. ഒരു ഗ്ലാസ്സിൽ, ആ ഒരു സാറിൻ്റെ മുന്നിൽ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ എത്ര വെള്ളം കൊള്ളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു ഏകദേശ കണക്കാണ്. ഈ ഒരു ഏകദേശ കണക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ നോക്കി പറയേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ഇൻ്റർവ്യൂവിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ട്രയാങ്കുലർ നമ്പേഴ്സിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ട്രയാങ്കുലർ നമ്പേഴ്സ് എന്താണ്? ട്രയാങ്കുലർ നമ്പേഴ്സ് 1, 3, 6, 10, 15, 21 ഇതാണ് എന്തെന്ന് പറയുന്നത് ട്രയാങ്കിൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്താ ട്രയാങ്കിൾ നമ്പേഴ്സ്? അതായത് നമ്മളൊരു ട്രയാങ്കിൾ, നമുക്ക് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എത്ര ഡോട്ട്സ് വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ 1 അല്ലേ, 1. ദെൻ അടുത്തത് 3, 1, 1, 2 അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ട്രയാങ്കിൾ കിട്ടും. ദെൻ 6, 1, 1, 2, 1, 2, 3 അല്ലേ, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ട്രയാങ്കിൾ കിട്ടും അല്ലേ. അങ്ങനെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ട്രയാങ്കിൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ ഇൻ്റർവ്യൂ പാനൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏകദേശം ഇന്നത്തെ ഇൻ്റർവ്യൂവിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ അടുത്തൊരു ദിവസത്തെ ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്